നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണയായി നമ്മുടെയെല്ലാം വീടുകളിൽ കണ്ടുവരുന്നതും എന്നാൽ അതിന്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു ചെറിയ കുപ്പിയെക്കുറിച്ചാണ്. അതെ, നമ്മുടെ സെലൈൻ നാസൽ ഡ്രോപ്സ് അല്ലെങ്കിൽ നോർമൽ സെലൈൻ എന്നറിയപ്പെടുന്ന മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിനെക്കുറിച്ചാണ്. നമ്മൾ സാധാരണയായി കരുതുന്നത് ജലദോഷം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണിത് എന്നായിരിക്കാം. എന്നാൽ ഇതിന്റെ ഉപയോഗങ്ങൾ അതിലും വലുതാണ്. എന്തിനാണിത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് രസകരമായി സംസാരിക്കാം. എന്താണ് സെലൈൻ നാസൽ ഡ്രോപ്സ്? സെലൈൻ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആശുപത്രിയിലെ ഡ്രിപ്പിനെ ആയിരിക്കും ഓർമ്മ വരിക. എന്നാൽ ഇതങ്ങനെയല്ല. സാധാരണ ഉപ്പും ശുദ്ധജലവും ശരിയായ അളവിൽ കലർത്തിയാണ് ഈ മരുന്നുണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ദ്രാവകങ്ങളുമായി സാമ്യമുള്ളതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു പാർശ്വഫലങ്ങളുമില്ല. സുരക്ഷിതമായി ആർക്കും ഇത് ഉപയോഗിക്കാം. ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? മൂക്കടപ്പിന് ഉത്തമം. ജലദോഷം വരുമ്പോൾ മൂക്കടപ്പ് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ഈ സെലൈൻ തുള്ളിമരുന്ന് മൂക്കിലൊഴിക്കുമ്പോൾ മൂക്കിനുള്ളിലെ കഫം അലിഞ്ഞു പോകാൻ സഹായിക്കുന്നു. ഇതുമൂലം ശ്വാസം നന്നായി എടുക്കാൻ സാധിക്കുന്നു. വരണ്ട മൂക്കിന് ആശ്വാസം. ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് AC മുറികളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയിൽ നമ്മുടെ മൂക്കിലെ ചർമ്മം വരളാൻ സാധ്യതയുണ്ട്. ഇത് മൂക്കിൽ ചൊറിച്ചിലിനും ചിലപ്പോൾ ചെറിയ രക്തം വരാനും കാരണമാകും. ഈ സമയത്ത് സെലൈൻ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് മൂക്കിന് ഈർപ്പം നൽകാനും ആശ്വാസം നൽകാനും സഹായിക്കുന്നു. അലർജിയിൽ നിന്ന് രക്ഷ നേടാൻ. ചില ആളുകൾക്ക് പൊടി, പൂമ്പൊടി തുടങ്ങിയവ കാരണം അലർജി ഉണ്ടാകാറുണ്ട്. ഇത് മൂക്കിൽ ചൊറിച്ചിൽ, തുമ്മൽ, മൂക്കൊലിപ്പ് എന്നിവയ്ക്ക് കാരണമാകും. അങ്ങനെയുള്ളപ്പോൾ ഈ തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നത് അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ മൂക്കിനുള്ളിൽ നിന്ന് കഴുകിക്കളയാൻ സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതം. ചെറിയ കുട്ടികൾക്ക് ജലദോഷം വരുമ്പോൾ മൂക്കടപ്പ് വലിയ പ്രശ്നമാണ്. അവർക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. ഈ സമയത്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നത് അവർക്ക് വലിയ ആശ്വാസം നൽകും. മൂക്കടപ്പ് കാരണം പാല് കുടിക്കാനും ഉറങ്ങാനും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടത്? ഉപയോഗിക്കുന്നതിന് മുൻപ് കുപ്പിയുടെ പുറത്തുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. സാധാരണയായി ഒരു വശത്തേക്ക് തല ചരിച്ച് ഒരു മൂക്കിൽ 1-2 തുള്ളി ഒഴിക്കുക. അതിനുശേഷം അടുത്ത മൂക്കിലും ഇതേപോലെ ചെയ്യുക. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ഉചിത പ്രധാനം. ഒരു കുപ്പി ഒരായി മാത്രം ഉപയോഗിക്കുക. കുടുംബത്തിലെല്ലാവരും ഒരേ കുപ്പി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ നിർദ്ദേശം. സാധാരണയായി പാർശ്വഫലങ്ങളില്ലാത്ത ഒന്നാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. കാലാവധി നോക്കുക. മരുന്നുപയോഗിക്കുന്നതിന് മുൻപ് അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയുമെല്ലാമാണ് നമ്മുടെ സെലൈൻ നാസൽ ഡ്രോപ്സിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചെറിയൊരു കുപ്പിയാണെങ്കിലും ഇത് നമുക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.